പയ്യന്നൂരിലെ നഗരസഭാ കൗൺസിലറായി വിജയിച്ച വി.കെ. നിഷാദിന്റെ പരോൾ നീട്ടി നൽകി. ഈ മാസം 11 വരെയാണ് പരോൾ നീട്ടിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ആദ്യം 6 ദിവസത്തെ പരോൾ അനുവദിച്ചിരുന്നു. ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. അച്ഛൻ്റെ ചികിത്സ ചൂണ്ടിക്കാട്ടിയാണ് പരോൾ അപേക്ഷ നൽകിയിരുന്നത്. പോലീസിനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ മാസം 25-നാണ് നിഷാദിനെ 20 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കെ പി, നമുക്കറിയാം പയ്യന്നൂർ നഗരസഭാ കൗൺസിലറായി വിജയിച്ച വി.കെ. നിഷാദിനാണ് ഇപ്പോൾ പരോൾ നീട്ടി നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇയാൾക്ക് ഏതാണ്ട് 6 ദിവസത്തെ പരോൾ, അടിയന്തര പരോൾ എന്ന രീതിയിൽ അനുവദിച്ചിരുന്നു. അതായത് കോടതി ശിക്ഷ വിധിച്ച് 1 മാസം തികയുമ്പോഴാണ് ആദ്യം ഇയാൾക്ക് 6 ദിവസത്തെ പരോൾ നൽകിയത്. അതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഈ മാസം 11-ാം തീയതി വരെ വീണ്ടും ഇയാൾക്ക് പരോൾ നൽകുകയായിരുന്നു. അച്ഛന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരോൾ ഇയാൾക്ക് നൽകിയത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. കാരണം CPM-ന്റെ ഒരു പ്രവർത്തകന് മാത്രം, അല്ലെങ്കിൽ CPM-ന്റെ ഏതാണ്ട് 20ഓളം ക്രിമിനൽ കേസുകളുടെ പ്രതിയാണ് ഈ നിഷാദ് എന്ന് പറയുന്ന വ്യക്തി. അയാളെയാണ് പയ്യന്നൂർ നഗരസഭയിലെ കൗൺസിലറായി CPM മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുത്തത്. അപ്പോൾ CPM-ന്റെ ഇത്തരം ക്രിമിനലുകൾ അയാൾ കൃത്യമായ പരോളും മറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, മറ്റുള്ളവർക്ക് ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല. ശിക്ഷ വിധിച്ച് 1 മാസം തികയുന്നതിന് മുമ്പ് 6 ദിവസം പരോൾ കിട്ടുന്നു. തൊട്ടു പിന്നാലെ ആ പരോൾ നീട്ടി നൽകുന്നു. അപ്പോൾ അനിയന്ത്രിതമായ ഒരു സഹായം അയാൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ വിമർശനം. ഇക്കഴിഞ്ഞ മാസം, അതായത് നവംബറിലാണ് ഇയാളെ ഈ പോലീസിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന കേസിൽ തളിപ്പറമ്പ് കോടതി ഏതാണ്ട് 20 വർഷത്തെ ശിക്ഷ വിധിച്ചത്. ആ ശിക്ഷയിൽ കഴിയുമ്പോഴാണ് ഇയാൾക്ക് ഇപ്പോൾ പരോളും അനുവദിച്ചിരിക്കുന്നത്. കെ.പി. വി.കെ. നിഷാദിന്റെ പരോളാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലാണ് പരോൾ നീട്ടി നൽകാൻ ഇടവരുത്തിയത്. അതിന്റെ പിന്നിലെന്ന വിമർശനമാണ് ഇതിനകം ശക്തമായി കഴിഞ്ഞത്. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.